സാർ സോഹൻ റോയ് എഴുതിയ കസ്തൂരി ശലഭം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങ് അല്പസമയം കൂടി കഴിയുമ്പോൾ നിയമസഭാ മന്ദിരത്തിലെ അന്താരാഷ്ട്ര പുസ്തക ഉത്സവത്തിൽ വെച്ച് നടക്കുകയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സാഹിത്യ സംഗമവും പുസ്തക ചർച്ചയുമാണ് ഇവിടെ നടക്കുന്നത്. സാഹിത്യലോകത്തെയും നക്ഷത്രങ്ങളെ, സാഹിത്യപ്രേമികളെ, സുഹൃത്തുക്കളെ, ആദ്യമായിട്ട് എൻ്റെ അമ്മയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. അമ്മയെക്കുറിച്ചുള്ള ഈ പുസ്തകം ചർച്ച ചെയ്യപ്പെടുവാനായി ഒരു വേദി ഒരുക്കിയപ്പോൾ നിറഞ്ഞ സദസ്സ് ആക്കി മാറ്റാൻ ഇവിടെ എത്തിയ എല്ലാവർക്കും നന്ദി. ശരിക്കും പറഞ്ഞാൽ അടിച്ചു മാറ്റപ്പെട്ട ഒരു പുസ്തകമാണ്, അതിൻ്റെ പ്രകാശനമാണ് ആദ്യമായിട്ടായിരിക്കും സാഹിത്യലോകത്ത് സംഭവിക്കുന്നത്. ഇത് കാരണം ഇതിൻ്റെ 90% അടിച്ചു മാറ്റിയിരിക്കുകയാണ്. ഞാൻ 10 പേജ് എഴുതിയിട്ടുള്ളൂ, ബാക്കി മൊത്തം ചെറിൻ്റേതാണ്. അമ്മയുടെ ഡയറി കുറിപ്പ് മൊത്തം അടിച്ചു മാറ്റി, പിന്നെ അമ്മയെ ഇഷ്ടപ്പെടുന്ന കുറേ പേരുടെ എഴുത്തും അടിച്ചു മാറ്റി. ഇതെല്ലാം കൂടെ കമ്പൈൽ ചെയ്യുന്ന പണിയായിരുന്നു. അച്ഛൻ്റെ മരണശേഷമാണ് ആക്ച്വലി അമ്മ എഴുതി തുടങ്ങിയിരിക്കുന്നത്. അന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ എഴുതി കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് പുസ്തകമാക്കണം. എൻ്റെ സിസ്റ്റർ ഇവിടെ ഉണ്ട്, MA മലയാളമാണ്. ഞാൻ സിസ്റ്ററോടൊക്കെ പറഞ്ഞതാണ് നമുക്ക് കാര്യം. അമ്മയോട് ഞാൻ ഒരിക്കൽ പറഞ്ഞത്, അമ്മ ഇത് ഈ ഡയറി ഇങ്ങനെ അന്ന് എഴുതാതെ ഒരു ആത്മഹത്യ ആയിക്കോട്ടെ എന്ന് ചോദിച്ചു. ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ അമ്മ ഇങ്ങനെ ഡയറി എഴുതി പോവുകയാണ്. അവസാനം ഞാൻ സിസ്റ്ററോട് പറഞ്ഞപ്പോൾ സിസ്റ്റർ എല്ലാം നോക്കിയിട്ട് പറഞ്ഞു ഇത് ഒരു നടപടി ആവുന്ന ലക്ഷണമില്ല, കാര്യം അത്രയ്ക്ക് ഇങ്ങനെ എഴുതി കൂട്ടിയൊക്കെയാണ്. അങ്ങനെ വർഷങ്ങൾ 10-15 കഴിഞ്ഞപ്പോഴാണ് ദുബൈയിൽ ഒരു അമ്മയുടെ പുസ്തക പ്രകാശനത്തിന് ഞാൻ പങ്കെടുത്തിട്ടുണ്ടായി. അന്നേരം ഞാൻ ചേട്ടാ, ഞാൻ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം ഞാൻ ഇതുവരെ ചെയ്തില്ലല്ലോ. അന്ന് അവിടെ വെച്ചിട്ട് ഷാർജ പുസ്തകോത്സവത്തിൽ വെച്ച് ഞാൻ അനൗൺസ് ചെയ്ത് അടുത്ത പുസ്തകോത്സവത്തിൽ ഈ പുസ്തകം എൻ്റെ അമ്മയുടെ ഞാൻ പ്രകാശിപ്പിക്കും. ഞാൻ തിരിച്ചു വന്ന് 100 കൂട്ടം പ്രോജക്റ്റ്, ഞാൻ അറ്റ് എ ടൈം 50 പ്രോജക്റ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. എൻ്റെ മെയിൻ ഈ CEO ജോബ് കൂടാതെ ഞാൻ അതിലൊന്നായിട്ട് അങ്ങ് പ്രഖ്യാപിച്ച് ഈ പുസ്തകം ഇറക്കും. സമയം വളരെ കുറവാണ്. ഞാൻ ഹരിയെ പിടിച്ചു, കാര്യം നമ്മുടെ ടീമിലുള്ളതാണ്. ഞാൻ പറഞ്ഞു ഹരി ഒരു വലിയ ജോബാണ് തരാൻ പോകുന്നത്. സഹോദരനും സഹോദരിയൊക്കെ ഇടപെട്ടിട്ടുള്ളതാണ്. അവരൊക്കെ പരാജയപ്പെട്ടെടുത്തു നിന്നാണ് ഇതിൽ നിന്ന് ഈ സാധനം വേർതിരിച്ചെടുത്ത് പാലാഴി കടഞ്ഞെടുത്ത് അമൃതാക്കി മാറ്റേണ്ട ഒരു പണിയാണ്. അങ്ങനെ ഹരി ഒരു നല്ല ജോബ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. എൻ്റെ ഒരുപാട് സമയം അത് കാരണം റിസീവ് ചെയ്യപ്പെട്ടു. ഞാനത് പ്രോജക്റ്റായിട്ട് എടുത്തുകൊണ്ട് അവസാനം ഇതിൻ്റെ പുസ്തകോത്സവത്തിൽ വെച്ച് ഇത് പ്രകാശിപ്പിച്ചു. ഈ തിരുവനന്തപുരത്ത് ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ MAക്ക് പഠിക്കുമ്പോൾ, ചോസറെ കുറിച്ച് പഠിക്കുമ്പോൾ, വലിയ വലിയ ആംഗ്ലേയ കവികളെ കുറിച്ച് പഠിക്കുമ്പോൾ ശുദ്ധ മലയാളം മനസ്സിലാക്കിയ ഒരു സ്ത്രീ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് അറിഞ്ഞിരുന്നില്ല. സത്യം, എൻ്റെ അജ്ഞതയാണത്. മലയാളത്തിൻ്റെ എഴുത്തമ്മയെക്കുറിച്ച് ഞാനിത് പ്രഖ്യാപിക്കാൻ പോവുകയാണ് ഇവിടെ തിരുവനന്തപുരത്ത്. മലയാളത്തിനൊരു എഴുത്തമ്മയുണ്ട്, എഴുത്തച്ഛനുണ്ട്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. എഴുത്തമ്മ ആരാണ്? ബാലാമണിയമ്മയാണോ? ലളിതാംബിചന്ദ്രജനാണോ? M ലീലാവതിയാണോ? ലേറ്റസ്റ്റ് എഴുത്തമ്മ അതാണ്. ഇപ്പോഴും ഇവരൊക്കെ എനിക്ക് ഏറ്റവും ബഹുമാനമുള്ള ആൾക്കാരാണ്. ഇവരെയൊക്കെ അനലൈസ് ചെയ്ത് നോക്കിയപ്പോൾ മലയാളത്തിൻ്റെ എഴുത്തമ്മ എന്ന് പറയാൻ ഒരാളേ ഉള്ളൂ. അതിനുള്ള രേഖ എന്താണെന്ന് നോക്കുമ്പോൾ ഈ പുസ്തകമാണ്. അമ്മയെക്കുറിച്ചുള്ള ആ ഒരു വാചകം, അമ്മ ഒരു ഫെമിനിസ്റ്റായിരുന്നു. എൻ്റെ അടുത്ത വാചകം പറയുന്നത് അമ്മ തനിക്ക് കിട്ടിയ ശമ്പളം മുഴുവൻ അച്ഛൻ്റെ കൈ കൊടുക്കുമായിരുന്നു എന്നുള്ളതാണ്. അന്നത്തെ ഫെമിനിസ്റ്റ് അങ്ങനെയാണ്. അത്രമാത്രം കരുതലുള്ള, അത്രക്ക് സഹാനുഭൂതിയുള്ള, സ്നേഹമുള്ള, കാഴ്ചപ്പാടുള്ള, ലോകവീക്ഷണമുള്ള സ്ത്രീകൾ, അത് അന്നത്തെ കാലത്തിൻ്റെ ഒരു വലിയ സവിശേഷതയാണ്. ഇന്ന് അങ്ങനെയുള്ള സ്ത്രീകൾ ഇല്ല എന്നൊന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അങ്ങനെയുള്ളൊരു അമ്മയാണ് സോഹൻ റോയ് ഈ കസ്തൂരി ശലഭത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, കസ്തൂരി ശലഭം എന്ന ഈ പുസ്തകം ഒറ്റയിരുപ്പിൽ ഞാൻ വായിച്ചു. ശ്രീ സോഹൻ റോയ്ക്ക് അഭിനന്ദനത്തിൻ്റെ 1000 പൂച്ചെണ്ടുകൾ. സ്വന്തം അമ്മയെ സ്നേഹിക്കാത്തവരാരുമില്ല. ഒരുപാട് സ്നേഹമുള്ളവരാണ് എല്ലാ അമ്മമാരും. പക്ഷേ നമ്മൾ എത്രമാത്രം അമ്മയെ സ്നേഹിച്ചാലും ആ അമ്മയെക്കുറിച്ച് നമ്മളിലുള്ള ഓർമ്മകൾ ഇങ്ങനെ എക്കാലത്തേക്കുമായിട്ട് സൂക്ഷിച്ചു വയ്ക്കാൻ ഒരു മകന് തോന്നുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഇത് വായിച്ച ഉടനെ ഞാനും തീരുമാനമെടുത്തു, എൻ്റെ അമ്മയെ കൊണ്ട് എൻ്റെ അച്ഛനെ പറ്റി എഴുതിക്കണം ഉടനെ എന്ന്.